തൊഴിൽ വകുപ്പുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ കോറോ ഹെൽത്ത് കമ്പനിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർ ഇന്ന് ജോലിക്കെത്തിയെങ്കിലും ഓഫീസ് തുറന്നു നൽകിയില്ല. സർക്കാർ നൽകിയ ഉറപ്പിൽ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസിലെത്തിയവർക്ക് തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് മടങ്ങേണ്ടി വന്നു. 10-ാം തീയതി തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ കമ്പനി പ്രതിനിധികളുമായി ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട്. കോറോ ഹെൽത്തിലെ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ താൽക്കാലികമായി മരവിപ്പിച്ചത് സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നാണ്. കമ്പനിയിലെ ജീവനക്കാർക്ക് ഓഫീസിൽ കയറി ജോലി ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് കമ്പനിയുടെ നിയമോപദേഷ്ടാവ് അറിയിച്ചിരുന്നു. ഇന്ന് കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകളിലെത്തിയ 1000-ഓളം ജീവനക്കാർക്ക് നിരാശപ്പെടേണ്ടി വന്നു. ഓഫീസ് പോലും തുറക്കാൻ കമ്പനി തയ്യാറായില്ല. കൊച്ചിയിൽ ജില്ലാ ലേബർ ഓഫീസറും അസിസ്റ്റന്റ് ലേബർ ഓഫീസറും സ്ഥലത്തെത്തിയിരുന്നു. പിന്നീട് ജോയിന്റ് ലേബർ കമ്മീഷണറും ഉമാ തോമസ് MLAയും എത്തിയെങ്കിലും കമ്പനിയുമായി ബന്ധപ്പെടാനായില്ല. ഒടുവിൽ സ്ഥലത്തെത്തിയ ജീവനക്കാരെ ഉദ്യോഗസ്ഥർ നൽകിയ രജിസ്റ്ററുകളിൽ ഹാജർ രേഖപ്പെടുത്തി മടക്കി അയച്ചു. ഈ 10th മീറ്റിംഗ് എങ്ങനെയെങ്കിലും നമുക്ക് നന്നായിട്ട് പര്യവസാനിപ്പിച്ചില്ലെങ്കിൽ കേന്ദ്ര ലേബർ മിനിസ്റ്ററെ കാണാനായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ 10-ാം തീയതി വരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം, സ്ഥാപനം തുറക്കണം, തൊഴിലാളികളെ പ്രവേശിപ്പിക്കണം എന്നൊരു നിർദ്ദേശമാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ ആ നിർദ്ദേശം ഇന്ന് നിലവിൽ അവർ പാലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ഇന്ന് ജീവനക്കാരുടെ എല്ലാ അറ്റൻഡൻസ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിൽ വകുപ്പ് ഇന്നലെ നൽകിയ ഉറപ്പ് പാഴ്വാക്കായതോടെ സർക്കാർ ഇടപെടലിൽ വിശ്വാസമില്ലെന്ന് ജീവനക്കാർ പ്രതികരിച്ചു. ലേബർ മിനിസ്റ്റർ ഇന്നലെ എല്ലാ ന്യൂസ് ചാനലിലും എന്ന് പറഞ്ഞ വാക്ക് 10-ാം തീയതി ചർച്ച. ഞങ്ങളോട് കമ്പനി പറഞ്ഞിട്ടില്ല, അവർ ഗവൺമെന്റിനോട് പറഞ്ഞതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളോടും നിങ്ങളോടും പറഞ്ഞത് ഗവൺമെന്റാണ്. ആ വാക്ക് പോലും പാലിക്കാനോ അവരോട് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ഇവിടെ വ്യക്തമായിരിക്കുക. ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടലും തൊഴിലിടത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്തതിനും പ്രതിഷേധിച്ച് കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകളിലേക്ക് CITU പ്രതിഷേധ മാർച്ചും നടത്തി. വെള്ളിയാഴ്ച കൊച്ചിയിൽ വെച്ച് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ കമ്പനി ഡയറക്ടർ ബോർഡ് പ്രതിനിധികളുമായുള്ള നിർണായക യോഗം നടക്കാനിരിക്കുകയാണ്. കോഴിക്കോട് ബ്യൂറോനൊപ്പം മീഡിയ 1 കൊച്ചി.